ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തൊട്ടാകെ ജാതി ഒരു ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങൾ കൊണ്ട് ജാതി സമവാക്യങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. ജാതി കാർഡുകൾ പലയിടത്തും ഇറക്കപ്പെട്ടു. ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ പല പ്രദേശങ്ങളെയും കോളനികളാക്കി മാറ്റിയപ്പോൾ പരസ്പരം തമ്മിലടിച്ച് നിന്നിരുന്ന ജനവിഭാഗങ്ങൾ, ഗോത്രങ്ങൾ ഇവരൊക്കെ തന്നെ പൊതുശത്രുവായ ബ്രിട്ടീഷുകാരെ നേരിടാൻ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയും പലപ്പോഴും ബ്രിട്ടീഷുകാർക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ സ്വയം മനസ്സിലാക്കി പാകപ്പെടുത്തിയെടുത്ത തന്ത്രമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത്. അങ്ങനെ ഒത്തൊരുമയോടെ നിന്ന മനുഷ്യരുടെ ഇടയിലേക്ക് വീണ്ടും ആ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രങ്ങൾ ബ്രിട്ടീഷുകാർ പയറ്റുകയും അത് ഇന്ത്യയിലടക്കം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മതങ്ങളെയാണ് പ്രധാനമായി ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത്. പ്രബലമായ രാജ്യത്തെ രണ്ട് മതങ്ങളിലെ ആ മതങ്ങളുടെ പേരിൽ അതിൽപ്പെട്ട മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഒടുവിൽ രാജ്യത്തെ വെട്ടിമുറിക്കുന്നിടം വരെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അവിടം കൊണ്ടും അവസാനിച്ചില്ല. ആ ഒരു ഭിന്നിപ്പ് നടത്തി രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ടാക്കി മാറ്റിയിട്ടും രാജ്യത്തെ മുറിവുകൾ ഉണങ്ങാതിരിക്കാൻ കാശ്മീർ പോലെയുള്ള പ്രശ്നങ്ങളെ ആളിക്കത്തിച്ച് നിർത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ തന്ത്രം ഇന്ന് പലരും ഇന്ത്യക്കകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിലെ പങ്കിനെ വില കുറച്ച് കാണുകയല്ല, പക്ഷെ ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അതിനും അപ്പുറം ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന് 2-3 മാർഗങ്ങളാണ് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാവുക. ഒന്നാമത്തെ മാർഗം മതം ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് കൂടുതലായി തിരികെ കയറ്റുക. മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോവുക? അത് ബ്രിട്ടീഷുകാർ തന്നെ വിജയിച്ച തന്ത്രമാണ്. പിന്നീട് അതിൽ നിന്ന് നമ്മൾ പതിയെ മുക്തിയിലേക്ക് എത്തിയെങ്കിലും വീണ്ടും നമ്മുടെ പാക് ചാര സംഘടന ഉൾപ്പെടെയുള്ളവരും തീവ്രവാദ സംഘടനകളും ആന്റി ഇന്ത്യൻ ഗ്രൂപ്പുകളും ഒക്കെ ചേർന്നിട്ട് ഇന്ത്യക്കാരുടെ ഇടയിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് മതത്തെ തിരികെ കയറ്റി ഇന്ത്യക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്പർദ്ധ വളർത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അത് ഇന്ന് രാജ്യത്ത് പ്രകടമാണ്. അത് വിജയിച്ച സ്ഥിതിക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രാജ്യത്തെ പ്രബല വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്ന വിഭാഗത്തെ അവർക്കിടയിൽ എങ്ങനെ വിള്ളലുണ്ടാക്കാം? അതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ജാതിയാണ്. ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക. ഒന്നിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ജാതിയും സംവരണവും ഒക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ട് അത് പറഞ്ഞവരെ ഭിന്നിപ്പിക്കുക. അങ്ങനെ പ്രബലമായ ആ മെജോറിറ്റി വിഭാഗത്തെ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലളിതമായ മാർഗം എന്ന് പറയുന്നത് വിഘടനവാദമാണ്. വിഘടനവാദത്തിനായിട്ട് അവർ പല തന്ത്രങ്ങൾ ഉപയോഗിക്കും. ഇപ്പോൾ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു രാജ്യം വേണമെന്ന് പറയും. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു രാജ്യം വേണമെന്ന് പറയും. തമിഴ് ഭാഷ സംസാരിക്കുന്നവർക്ക്, ബംഗാളി സംസാരിക്കുന്നവർക്ക്, അങ്ങനെ രാജ്യത്തെ ഭാഷയുടെ പേരിൽ ഭിന്നിപ്പിക്കുക എന്നതാണ് മറ്റൊരു തന്ത്രം. അതായത് ആദ്യം മതത്തിൻ്റെ പേരിൽ, പിന്നെ ജാതിയുടെ പേരിൽ, പിന്നെ ഭാഷയുടെ പേരിൽ. ഈ 3 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യക്കാർ തമ്മിലടിച്ചാൽ പിന്നെ ഇന്ത്യയെ വളർത്താൻ, ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ ആരൊക്കെയുണ്ടെങ്കിലും സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയുടെ ശത്രുക്കളുടെ പ്രധാന ലക്ഷ്യവും ഇന്ത്യക്കാരുടെ ഐക്യത്തെ തകർക്കുക എന്നത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരും നേതാക്കളും സത്യത്തിൽ പലപ്പോഴും വീണു പോകുന്നു എന്നതും ഒരു പരമാർത്ഥമാണ്. നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അപകടകരമായ വസ്തുത പ്രേക്ഷകരുമായി പങ്കിടേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും തമ്മിലുള്ള രൂക്ഷമായ സോഷ്യൽ മീഡിയ ഫൈറ്റ് അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ല. പാകിസ്ഥാൻ ചാര സംഘടന ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ജനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാൻ ഒരിക്കലും ഗുണമല്ല. ബംഗ്ലാദേശിനെ പാകിസ്ഥാനോട് അടുപ്പിക്കുക എന്ന് വെച്ചാൽ പഴയ പാകിസ്ഥാനാക്കി മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. അപ്പോൾ അവരുടെ പിന്തുണ കൂടെ നിർത്തണമെങ്കിൽ ജനങ്ങളെ ആദ്യം അകറ്റണം, ജനങ്ങൾ തമ്മിലുള്ള ഐക്യമില്ലാതാക്കണം. അപ്പോൾ ഇവരുടെ ഫേക്ക് അക്കൗണ്ടുകളിലൂടെ അവരുടെ അജണ്ടകൾ അവർ നടപ്പിലാക്കും. ഇന്ത്യക്കാരതിൽ വീണുപോകും. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാലോ തിരിച്ച് ഇങ്ങോട്ട് പരാജയപ്പെടുത്തിയാലോ ഇന്ത്യയിലെ സെലിബ്രിറ്റികളടക്കം കളിയാക്കുകയാണ് ഒരു ഉത്തരവാദിത്വമില്ലാതെ. തൊട്ടടുത്ത അയൽ രാജ്യത്തെ ബഹുമാനിക്കാൻ, ആ അയൽ രാജ്യത്തെ ജനങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്, അവരും അത് മറന്നു പോവുകയാണ്. ആ നിലയിലേക്ക് സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചത് ഇത്തരം ചാര സംഘടനകളും ആൻറ്റി ഇന്ത്യൻ ഗ്രൂപ്പുകളുമാണ്. അതൊരു ഉദാഹരണമാണ്. ഇത്തരത്തിൽ നമ്മളോട് സഹകരിക്കുന്ന രാജ്യങ്ങളെ നമ്മളുമായിട്ട് അകറ്റുക. അതുപോലെ രാജ്യത്തിനകത്ത് ഇപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മതത്തെ വിമർശിക്കാൻ മറ്റൊരു മതക്കാരൻ്റെ പേര് ക്രിയേറ്റ് ചെയ്ത്
അതുമായി ബന്ധപ്പെട്ടൊരു പ്രൊഫൈൽ ഫോട്ടോയും ഉണ്ടാക്കി നേരെ സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങ് ഇറങ്ങും. അവിടെ വന്നിട്ട് തുരുതുരാ കുറേ കമൻറ്റുകൾ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പിന്നെ യുദ്ധമാണ്, മതത്തിൻ്റെ പേരിലുള്ള യുദ്ധം. ഇത് ചെയ്യുന്നവൻ്റെ ഉദ്ദേശം എന്താണ്? തമ്മിലടിപ്പിക്കുക എന്നതാണ്. ഇത് മനസ്സിലാക്കാതെ രണ്ട് കൂട്ടരും പോയി അതിൽ ആ ഒരു കെണിയിൽ വീണു കൊടുക്കുന്നു. അവിടെ കടന്ന് സോഷ്യൽ മീഡിയ യുദ്ധമാണ്. ഇന്ന് സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ വിത്തുകൾ വിതയ്ക്കുന്നുണ്ട്. ഇത് വളരെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് കുറേ കാലം കൊണ്ട് നടക്കുമ്പോൾ കുറേയേറെ ആളുകളിലേക്ക് ഇത് എത്തുകയും മനുഷ്യൻ്റെ മനസ്സിൽ സ്പർദ്ധ വളരുകയും ചെയ്യും. അവിടെ ഐക്യത്തിന് പ്രസക്തി ഇല്ലാതാകും. നമ്മൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അവിടെ നമ്മുടെ മുമ്പിൽ പല തടസ്സങ്ങളാണ്. ഭാഷ, ജാതി, മതം, ഇത് മൂന്നും നമ്മുടെ മുമ്പിൽ വലിയ തടസ്സങ്ങളായിട്ട് പർവ്വതങ്ങളെ പോലെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒന്നിക്കുക? ആ നിലയിലേക്ക് ഇന്ത്യക്കാരെ മാനസികമായി അകറ്റുക. തീർച്ചയായിട്ടും ആ ദൗത്യം വളരെ നാളുകളായിട്ട് പാക് ചാര സംഘടനയും ചൈനീസ് ചാര സംഘടനകളും അതോടൊപ്പം തന്നെ ആൻറ്റി ഇന്ത്യൻ ഗ്രൂപ്പുകളും നടത്തി വരുന്നുണ്ട്. ഈ കെണികളിൽ പലപ്പോഴും രാജ്യത്തെ പല നേതാക്കളും, രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട പല നേതാക്കളും വീണു പോകാറുണ്ട്. കാരണം അവർക്ക് പോലും മനസ്സിലാവില്ല. ഇത് സോഷ്യൽ മീഡിയ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ, ട്വിറ്റർ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുന്ന കള്ള നാണയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ തമ്മിലടിപ്പിക്കാൻ വരുന്നതിലേറിയ പങ്കും ഈ പറയുന്ന പാകിസ്ഥാനിലുള്ളവരാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള കെണികളിൽ പെടാതെ യാഥാർത്ഥ്യ ബോധത്തോടെ രാജ്യം നമ്മുടേതാണ്, നമ്മുടേതെല്ലാവരുടേതുമാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ പലരുടെയും അജണ്ടകളിൽ, പലരുടെയും പദ്ധതികളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വീണു പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.